അതായത് ആർക്കാണ് ലിവർ ഡിസീസ് ഉണ്ടാവാൻ റിസ്ക് ഉള്ളത്. ഇപ്പൊ നല്ല വണ്ണമുള്ള ഒരു കുട്ടിയുടെ ആ ഒരു പൊക്കത്തിനുള്ള വണ്ണം അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആണെങ്കിൽ ഒബീസ് ആണെങ്കിൽ അവിടെ ഫാറ്റ് ലിവറിന്റെ ഒരു റിസ്ക് ഉണ്ട്. അങ്ങനത്തെ കുട്ടികളെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഇപ്പൊ ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ട്, അല്ല ഒരാൾക്ക് ഹൈ ബ്ലഡ് പ്രഷർ ആണ്, ഒരാൾക്ക് വളരെ സെഡൻഡറി ലൈഫാണ്, തൈറോയിഡിന്റെ അസുഖമുണ്ട്, കൊളസ്ട്രോൾ ഹൈ ആണ്, അല്ലെ സ്മോക്കിംഗ് ഉണ്ട്, ആൽക്കഹോൾ യൂസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഹൈ റിസ്ക് ഗ്രൂപ്പ് ഓഫ് ഇതാണ് ഈ ലിവർ ഡിസീസ് ആണ്. അവരെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും ഒരു അൾട്രാസൗണ്ടും ആണ്. ആ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിലും പിന്നെ ഒരു ബ്ലഡ് കൗണ്ട് നമ്മൾ നോക്കും. അപ്പൊ അതിനകത്ത് ലിവർ ഫംഗ്ഷൻ കുറച്ച് അബ്നോർമൽ ആണ്, അല്ലെങ്കിൽ ബ്ലഡ് കൗണ്ട് പ്ലേറ്റ്ലെറ്റ് കുറച്ച് കുറവാണെങ്കിൽ നമ്മൾ ഈ ഫൈബ്രോസ്കാനും ഈ ഷിയർ വേവ് എന്നൊക്കെ പറഞ്ഞ് വലിയ ടെസ്റ്റുകൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബ്ലഡിൽ തന്നെ സ്കോറിംഗ് സിസ്റ്റംസ് ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള സ്കോറിംഗ് സിസ്റ്റം ആണ്, FIB4 എന്നതിന്റെ പേര്. ഒരു കാൽക്കുലേറ്റർ ഉണ്ട്. അതിനകത്ത് നമ്മൾ ലിവർ ടെസ്റ്റിനകത്തെ വാല്യൂസും ഏജും പ്ലേറ്റ്ലെറ്റ് കൗണ്ടും ഒന്ന് അടിച്ചാൽ ഒരു നമ്പർ കിട്ടും. ആ നമ്പറിൽ ഒരു പെർട്ടിക്കുലർ കട്ട് ഓഫ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു 2.67 മുകളിലാണെങ്കിൽ ആ നമ്പർ, അതിന്റെ അർത്ഥം നമുക്ക് ഫൈബ്രോസിസ് ഉണ്ടെന്നുള്ളതാണ്. അങ്ങനത്തെ പേഷ്യൻസിനെ നമ്മൾ അഡീഷണൽ ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പൊ അതിന് ഫ്രീക്വൻസി സ്പെസിഫിസിറ്റി അങ്ങനെ ഇല്ല. ഇപ്പം തടിയുള്ള കുട്ടികളെ നമ്മൾ സ്വാഭാവികമായിട്ട് ശ്രദ്ധിക്കും. പക്ഷേ ഈ ലിവറിന് അസുഖം വന്ന് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വശം വീർത്ത് വരിക, അങ്ങനെ മെലിഞ്ഞിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും വയറ് വലുതായി വരിക, അങ്ങനത്തെ ഇതില്ലേ? അങ്ങനെ ഒരു സിംറ്റം ഇല്ലേ? വയറിൽ വെള്ളം കെട്ടുന്ന ഒരു പ്രോബ്ലം അത് യൂഷ്വലി ഡീകോമ്പൻസേറ്റഡ് പീപ്പിൾ, അതൊരു അഡ്വാൻസ് സ്റ്റേജ് ആണ്. പക്ഷെ അത് കണ്ടു തുടങ്ങുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ലിവർ ഇസ് ഓൾമോസ്റ്റ് 80% പ്ലസ് ഡാമേജ്. സോ യു ഹാവ് ടു തിങ്ക് അബൌട്ട് ട്രാൻസ്പ്ലാന്റ്. ഈ അസൈറ്റിസ് വന്ന് തുടങ്ങുമ്പോൾ പിന്നെ മെഡിസിനിൽ കൺട്രോൾ ചെയ്യും. ചിലവരിൽ അത് മെഡിസിനിൽ കുറച്ച് കൺട്രോൾ കിട്ടും. ഇല്ലെങ്കിൽ പിന്നെ യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഗോയിങ് അഹെഡ് വിത്ത് ദോസ് കൈൻഡ് ഓഫ് പ്രോബ്ലം. ഇപ്പൊ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ഇന്ത്യയിൽ എത്രത്തോളം ആക്സസിബിൾ ആണ് അല്ലെങ്കിൽ അവൈലബിൾ ആണ് ലിവർ? നമുക്കൊരു ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ഫാമിലി മെമ്പർ കൊടുക്കുമ്പോൾ ഫൈൻ, പക്ഷെ എപ്പോഴും ഒരു ഫാമിലി മെമ്പറിന് കൊടുക്കാൻ പറ്റണമെന്നില്ല, കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാച്ച് ആവണമെന്നില്ല. അപ്പം ഇന്ത്യയിൽ എത്രത്തോളം എളുപ്പമാണ് ലിവർ കിട്ടാൻ? ഇന്ത്യയിൽ കേരളത്തിൽ ഒഴിച്ച് എല്ലായിടത്തും ഉണ്ട്. ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം ഇസ് റണ്ണിംഗ് വെരി വെൽ. So you look at Karnataka, Chennai, Punjab, Delhi, they all have a very robust program. Initially നമ്മൾ ആക്ച്വലി ഓർഗൻ ഡൊണേഷൻ തുടങ്ങിയപ്പോൾ കേരള മോഡൽ എന്നും പറഞ്ഞാൽ അവര് തുടങ്ങിയത്. കാരണം we used to have the highest number of donations. Okay. Because we are the so-called most educated group, so-called who can understand everything. പക്ഷേ കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്തപ്പോൾ നമ്മുടെ ഡൊണേഷൻ കുറയുകയും ചെയ്ത് ബാക്കി ആൾക്കാരെല്ലാം കൂടുതൽ ഡൊണേറ്റ് ചെയ്യാനുണ്ട്. അതെന്താ? പേടിയാണോ? പേടിയല്ല, ഈ പറഞ്ഞ കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ഇപ്പൊ ജോസഫ് പോലത്തെ അൺനെസസറി മൂവീസ് വരുമ്പം ദോ ഇറ്റ് അട്രാക്ട്സ് പീപ്പിൾസ് അറ്റൻഷൻ, ഇറ്റ് മേ നോട്ട് ബി ഗിവിംഗ് ദ റൈറ്റ് മെസ്സേജ് ഇൻ ദ സൊസൈറ്റി. അത് മാത്രമല്ല പല ഡോക്ടർമാരിലുണ്ട് തെറ്റിദ്ധാരണകൾ. ഡോക്ടർമാർ കറക്റ്റ് ആയിട്ട് പറഞ്ഞ് വിടേണ്ട സമയങ്ങളിൽ ഡോക്ടേഴ്സിനും ഒരു ചില ജനറൽ പ്രാക്ടീഷണേഴ്സും ഫിസിഷ്യൻസിനും ഒക്കെ ഈ ട്രാൻസ്പ്ലാന്റ് ഒരു പോസിബിൾ സെനാറിയോ ആണ്, അതിനകത്ത് ബെനിഫിറ്റ്സ് കൂടുതൽ ഉണ്ടെന്നുള്ളതും ഡോക്ടർമാരിലും ഉണ്ട് ഒരു തെറ്റിദ്ധാരണ. അപ്പൊ അങ്ങനെ വരുമ്പോൾ പേഷ്യൻസിലോട്ട് നല്ല ഇൻഫോർമേഷനും പോകുന്നില്ല. നമ്മൾ ഇങ്ങനെ സ്ക്രൂട്ടിനൈസ് ചെയ്യുമ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള പേഷ്യന്റിനാണ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഈ പേഷ്യന്റ് ഫിറ്റ് ഫോർ ഡൊണേഷൻ എന്ന് പറയുന്നത്. ബട്ട് ദെൻ ഇഫ് സംബഡി സേസ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി ബ്രെയിൻ ഡെഡ് ആണെന്ന് പറയുന്നത്, ദെൻ ഒബ്വിയസ്ലി ദ ഡോക്ടർ വുഡ് ബിക്കം ഡിഫെൻസീവ്. then why would he be aggressive with transplantation? അങ്ങനെ ഒരു സിനറിയോ ഇപ്പൊ കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. പീപ്പിൾ ആർ ലൈക്ക് സ്കെയർഡ് ടു ഓഫർ ട്രാൻസ്പ്ലാന്റേഷൻ. അതിന്റെ റീസൺ വെച്ചാൽ ഇത് പ്രൈവറ്റ് സെക്ടറിലാണ്. ഇപ്പൊ ഈ വാട്ട് എവർ ട്രാൻസ്പ്ലാന്റ് വി ആർ സീയിങ് നൗ ഇസ് ഇൻ ദ പ്രൈവറ്റ് സെക്ടർ. ഇത് ഗവൺമെന്റ് സെക്ടറിൽ നിന്ന് വന്നാലേ ഇതിനൊരു എൻഡോഴ്സ്മെന്റ് കിട്ടത്തുള്ളൂ. only then people are going to be happy about donation, because otherwise people think that it's a personal motive, and organ donation can only happen as a public motive. It can never happen as a personal motive. ഈ പറഞ്ഞ പോലെ ആ സിനിമ കണ്ട് ഞാൻ ആദ്യം തീരുമാനിച്ചത് എഴുതി വെക്കണം വില്ലില്, എന്തെങ്കിലും പറ്റിയാൽ എന്റെ ആ ഓർഗൻ ഒന്നും ആർക്കും കൊടുക്കില്ല എന്ന്. പേടിയായി പോയി. പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മിത്തുകള് പുറത്ത് വരണുണ്ട്, മിഥ്യാധാരണകളുണ്ട്. There are a lot of movies and all coming out promoting organ donation because they are trying to convey the right message to the society. ഇവിടെ മെസ്സേജ് എന്തായാലും കുഴപ്പമില്ല, ആൾക്കാർ പടമൊക്കെ കാണുന്നു. ഇനി ഇത് മാറ്റി വെച്ച് കഴിഞ്ഞ ആളുകളിൽ നമ്മൾ ഇതിന്റെ അവസാനത്തിലേക്ക് എത്തുകയാണ്. ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞു, 4 ആഴ്ച കൊണ്ട് ലിവർ വളർന്നു വരുമെന്ന് പറയുന്നു. ഹെൽത്തി ആയിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഹെൽത്തി ആയിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് അങ്ങനെ സ്പെസിഫിക്സ് ഇല്ല. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്. അതായത് ഇപ്പൊ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പുള്ള നമ്മുടെ ജീവിതശൈലികളുള്ള മാറ്റങ്ങൾ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ടും വേണം. അപ്പൊ അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഫിസിക്കൽ ആക്ടിവിറ്റി ആണ്. നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസിൽ ഏറ്റവും വലിയ ചാലഞ്ച് നമ്മൾ ഫേസ് ചെയ്യുന്നത് ഈ റിജക്ഷനോ ഇൻഫെക്ഷനോ അതൊന്നും അല്ല. ആദ്യത്തെ ഒരു 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇവർക്കൊക്കെ നല്ലതായിട്ട് വെയിറ്റ് കൂടാൻ തുടങ്ങും. ഇവർ ഭയങ്കര ഹെൽത്തി ആവും. അപ്പൊ അവരുടെ ലൈഫ് സ്റ്റൈലും പഴയതുപോലെ ആവും. അതായത് അവർ ഭയങ്കര വെയിറ്റ് ഗെയിൻ, പുതുതായിട്ട് ഡയബറ്റീസ് വരുന്നു, പുതുതായിട്ട് കൊളസ്ട്രോളിന്റെ പ്രശ്നങ്ങൾ വരുന്നു. അത് ആ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിട്ടാണ്. അപ്പം ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ജീവിതകാലം റെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. ട്രാൻസ്പ്ലാന്റ് പേഷ്യന്റ് ആണ്, അതുകൊണ്ട് എപ്പോഴും റെസ്റ്റ് വേണം എന്നുള്ള ഒരു ഇതുണ്ട്. അതില്ല, വളരെ ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കണം. അപ്പൊ എന്റെ അടുത്ത് നമ്പർ 1
ഒരു അഡ്വൈസ് ചോദിച്ചാൽ പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസ് എല്ലാവരും എപ്പോഴാണ് അവർ പെർഫെക്റ്റ്ലി ഫിറ്റ് ആൻഡ് ഫൈൻ ആവുന്നത് 6 months ആവാം 1 year ആവാം ഫിസിക്കലി ആക്റ്റീവ് ആവാൻ തുടങ്ങുക, എക്സസൈസ് ചെയ്യുക, ഭയങ്കര നല്ല ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ ഡോക്ടർ ഫുഡ്, നമ്മൾ എന്ത് ഫുഡാണ്, എന്ത് പ്രോട്ടീൻ റിച്ച്, എങ്ങനെയാണ് ഇതിന്റെ അത് കഴിഞ്ഞിട്ടുള്ളത് പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ്? നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ടു കം ബാക്ക് ടു നോർമൽ ലൈഫാണ്. ഓക്കെ, നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല, ഇങ്ങോട്ടും പോകത്തില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? സോ ദാറ്റ്സ് നോട്ട് ദ ഗോ ബാക്ക് ടു നോർമൽ ലൈഫ്, നോർമൽ ഫുഡ്, നോർമൽ സോഷ്യൽ ലൈഫ്. ഓക്കെ, യു നീഡ് ടു ബി ക്വൈറ്റ് കെയർഫുൾ. ഇപ്പോൾ ഒരു ഒബ്വിയസ് ക്രൗഡിന്റെ നടുക്ക് പോയി നിന്ന് ഇൻഫെക്ഷൻ പിടിക്കുകയല്ല ചെയ്യേണ്ടത്. പക്ഷേ യു ഹാവ് ടു ഗോ ബാക്ക് ടു നോർമൽ ലൈഫ്. യുവർ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇസ് വാട്ട് മാറ്റേഴ്സ്, ആൻഡ് യുവർ ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് ലോഞ്ചിവിറ്റി ആർ ദ ടു തിങ്സ് വാട്ട് യു ആർ ഗെറ്റിംഗ് ദ ബെനിഫിറ്റ് ഔട്ട് ഓഫ് ട്രാൻസ്പ്ലാന്റ്. ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ പിന്നെ വാട്ട് ഇസ് ദ യൂസ്? എത്ര കാലം കൊണ്ട് നോർമലി എവറിഥിങ് ഗോസ് വെൽ എന്നുള്ളൊരു അവസ്ഥയിൽ ഈ കരള്, എടുക്കുന്ന കരള് വളർന്ന് പഴയ പോലെ ആവും, കൊടുക്കുന്ന കരള് വളർന്ന് പഴയ പോലെ ആവും? നമ്മൾ കരള് കൊടുക്കുന്ന പറയുമ്പോൾ കരള് മുഴുവനായിട്ടല്ല കൊടുക്കുന്നത്. അത് കൊടുക്കുന്നത് ഈ ഡിസീസ് ഡൊണേഷൻ ഉണ്ട്. ഈ ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് വോളണ്ടറി ആയിട്ട് ഫുൾ ലിവർ കിട്ടുന്നതാണ് നമ്മൾ ഹോൾ ലിവർ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് കൂടുതൽ ലിവിംഗ് ഡൊണേഷൻ ആണ്. അതായത് ലിവിംഗ് ഡോണേഴ്സ് ലിവറിന്റെ ഒരു ഭാഗമാണ് കൊടുക്കുന്നത്, മോസ്റ്റ്ലി റൈറ്റ് സൈഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ കൊടുക്കുന്ന ഭാഗം ഏകദേശം ഒരു 500 gram 600 gram ഒക്കെ ആവാം. ഒരു ഉദാഹരണത്തിന് അത് ശരാശരി ഒരു 1.5 kilogram ആയി മാറും 4 ആഴ്ച തൊട്ട് 6 ആഴ്ചക്കുള്ളിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു. അത്രയ്ക്ക് പവർഫുള്ളി റീജനറേറ്റിംഗ് ഓർഗൻ ആണ് ലിവർ. റെസിപ്പിയൻസിൽ, ഡോണറിൽ ബാക്കിയുള്ള ലിവർ അവിടെ ഉണ്ടല്ലോ. അപ്പൊ ഒരാൾക്ക് ബോഡിയുടെ ഫംഗ്ഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കുറച്ച് ലിവർ നമ്മൾ ബാക്കി വെക്കും. ആ ലിവറും ഏകദേശം 1.5 kilogram മാറും 4 ആഴ്ചക്കുള്ളിൽ. അപ്പം അത്രയ്ക്ക് ഫാസ്റ്റ് ആയിട്ട് റീജനറേറ്റ് ചെയ്ത് പെട്ടെന്ന് റിക്കവറി ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ. അല്ലാതെ നമ്മൾ ഈ പത്രത്തിലൊക്കെ വായിക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പത്രം തുടങ്ങിയാൽ മുഴുവൻ ഈ കൊലപാതകവും ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മരിച്ചതൊക്കെ കാണുന്നത്. പക്ഷേ അതൊക്കെ വളരെ റെയർ ഇവന്റ്സ് ആണ്. ഇപ്പോൾ ഒരാള് വളരെ ലേറ്റ് ആയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് പല കോംപ്ലിക്കേഷനും മരിക്കുന്നു. പക്ഷെ അപ്പുറത്തെ സൈഡിൽ ഒരു 25,000 ആൾക്കാർ രക്ഷോട്ട് പോവാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത്. അതിനെപ്പറ്റി ആരും പറയുന്നില്ല. ഗ്ലാസ് ഹാഫ് ഫുൾ ഓർ ഹാഫ് എംപ്റ്റി, അതെങ്ങനെ കാണണമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് എപ്പോഴും ഹാഫ് ഫുൾ ആയിട്ട് കാണാൻ പാടുള്ളൂ. ബിക്കോസ് ട്രാൻസ്പ്ലാന്റേഷൻ പോസിറ്റീവ് ആണ്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ചിലവർ ചോദിക്കാറുണ്ട് നമ്മൾ ഈ പകുതി ലിവറല്ലേ വെക്കുന്നുള്ളൂ ലൈഫ് ഡൊണേഷൻ. അങ്ങനെ വരുമ്പം പകുതിയെ കുടിക്കാൻ പറ്റത്തുള്ളൂ, പകുതി പെഗ് പിന്നെ കുടിക്കാൻ പറ്റത്തുള്ളൂ. ലിവർ വെച്ച് ഞാൻ ഫുൾ പെഗ് കുടിക്കും. സീരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യമല്ലേ ഡോക്ടർ? അതുവരെ കുടിച്ചോണ്ടിരുന്ന ഒരാള് അവരുടെ മെന്റാലിറ്റി ഒന്ന് ആലോചിച്ച് ഡൂയിങ് ട്രാൻസ്പ്ലാന്റ് ടു സ്റ്റാർട്ട് ഡ്രിങ്കിങ് ആഫ്റ്റർ. അങ്ങനെയുള്ളവരെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യില്ല കേട്ടോ. ബിക്കോസ് അതുകൊണ്ടല്ലേ നമുക്ക് അഡിക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ക്ലിയർ ഇല്ല. എത്ര കാലം നിങ്ങൾ വെയിറ്റ് ചെയ്യും ഒരാൾക്ക് അഡിക്ഷൻ ഉണ്ടോ ഇല്ലയോ, ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഇയാൾ അർഹനാണോ അല്ലയോ എന്ന് അറിയാൻ? അത് വളരെ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ പണ്ട് ഇപ്പൊ അമേരിക്കയിൽ നിന്നാണ് ട്രാൻസ്പ്ലാന്റേഷന്റെ ഒക്കെ ഇത് വരുന്നത്. അപ്പൊ അവര് പറയുന്നത് ഒരാൾക്ക് ഡ്രിങ്ക്സ് നിർത്താൻ ഉള്ള ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്, അതായത് സമൂഹത്തിന് അത് പ്രൂവ് ചെയ്യണം. കാരണം നമ്മള് ഡോണേഴ്സ് ആ സമൂഹത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഈ ഡോണറിന് ഇയാൾ ഇങ്ങനെ ആൽക്കഹോൾ കഴിക്കുന്ന ഒരാൾക്ക് ലിവർ കൊടുക്കുന്നത് ജസ്റ്റിഫൈ ചെയ്യണം. അതായത് ഇയാൾ ഇനി കഴിക്കില്ല എന്നുള്ളത്. അങ്ങനെ ഒരു 6 മാസമെങ്കിലും നിർത്താൻ കഴിവുള്ള ഒരാളും നല്ല നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി സപ്പോർട്ട് ഉള്ള ഒരു സിസ്റ്റത്തിലുമാണ് നമ്മൾ സാധാരണ പറയുന്നത്. പക്ഷെ ഇപ്പോ ആളുകൾ പറയുന്നത് ഇപ്പൊ ലിവിംഗ് ഡോണറിന് ഇത് ചിലപ്പോൾ അപ്ലിക്കബിൾ ആവണമെന്നില്ല. അവിടെ വൈഫാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ക്ലോസ് റിലേറ്റീവ് ആണ് കൊടുക്കുന്നത്. അവിടെ ഇത്രയും സ്ട്രിഞ്ചന്റ് ആയിട്ട് ചിലപ്പോൾ നോക്കി എന്ന് വരില്ല. ബിക്കോസ് that patient may not sustain 6 months. ചിലപ്പോൾ അയാളുടെ ബിലീവിംഗ് 25 ആയിരിക്കാം, അയാൾക്ക് ലിവർ ഫെയിലിയർ, കിഡ്നി ഫെയിലിയർ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ 6 മാസം നിർത്തുമോ എന്നുള്ളൊരു കാര്യം അയാളുടെ കേസിൽ ചിലപ്പോൾ അപ്ലിക്കബിൾ ആവില്ല. അവിടെ ഒരു കോമൺ ഡോണർ പൂളിൽ നിന്നല്ല വരുന്നത്, അയാളുടെ ക്ലോസ് റിലേറ്റീവ് ലൗഡ് വൺ ആണ് ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ചില സാഹചര്യങ്ങളിൽ വി മേക്ക് എക്സെപ്ഷൻസ്. പക്ഷെ ഇതിൽ വേറൊരു കാര്യമുണ്ട്, ഒരു ഫ്രഞ്ച് ബെൽജിയം ക്രൈറ്റീരിയ എന്ന സംഭവമുണ്ട്. അതായത് ഈ 6 മാസം പറഞ്ഞല്ലോ, ഡോക്ടർ പറഞ്ഞ പോലെ 6 മാസം വരുന്ന ഫണ്ടൊക്കെ നമ്മൾ ഒരു കട്ട് ഓഫ് വെച്ചേക്കുന്നത്. 6 മാസം കുടിച്ചില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് കുടിക്കാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ 6 മാസത്തിനുള്ളിലും ട്രാൻസ്പ്ലാന്റ് വേണ്ട ആൾക്കാരുണ്ട്. അതായത് 6 മാസത്തിനുള്ളിൽ അവർ മരണപ്പെടാം. നമുക്ക് അവർക്ക് ആ ഓപ്ഷൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഈ ഫ്രഞ്ച് ബെൽജിയം ക്രൈറ്റീരിയയിൽ നമ്പർ 1 ക്രൈറ്റീരിയ, ഏറ്റവും പവർഫുൾ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സോഷ്യൽ സപ്പോർട്ടാണ്. അതായത് റീസെന്റ് ഡ്രിങ്കിങ് ആണെങ്കിലും നല്ല സ്ട്രോങ് ഡിസിഷൻ മേക്കിംഗ് ഫാമിലി മെമ്പേഴ്സും സപ്പോർട്ടും ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ സാധിക്കും. ഡോക്ടർ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, സ്ട്രോങ് ആയിട്ടുള്ള ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഈ നമ്മൾ ഇതിന് ശേഷം എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട, നമ്മൾ ആൽക്കഹോൾ എടുക്കണോ എടുക്കണ്ടയോ, ഇത് നമ്മുടെ മാത്രം തീരുമാനമാണ്. ഓക്കെ ആണല്ലോ, ഞാനാണ് ഇതിൽ വരണമെങ്കിൽ നമ്മുടെ മാത്രം തീരുമാനമാണ്. ഇത് കഴിഞ്ഞിട്ടും ഈ വഴി പോയ കേസുകൾ ഡോക്ടർ കണ്ടിട്ടുണ്ടോ? അതാണ് എന്റെ ചോദ്യം. ഞാൻ അത് ഓപ്പൺ ആയിട്ട് പറയാം. സോ ബേസിക്കലി ഓപ്പറേഷൻ കഴിഞ്ഞ് നമ്മുടെ എക്സ്പീരിയൻസിൽ അല്ലെ എന്റെ എക്സ്പീരിയൻസിൽ നല്ലപോലെ മദ്യപിച്ചോണ്ടിരിക്കുന്ന ഒരാള് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ 99% പുള്ളി മദ്യം നിർത്തും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ കേരളത്തിലെ ഡ്രിങ്കിങ് ഒരു സോഷ്യൽ ഡ്രിങ്കിങ് കൾച്ചർ, പിയർ പ്രഷർ ആണ് കൂടുതൽ. എസ്പെഷ്യലി നമ്മൾ കണ്ടുവരുന്നത് കുറച്ച് അഫ്ലുവന്റ് ഫാമിലി ഓർ അഫ്ലുവന്റ് പേരൻസിന്റെ മക്കൾ, ദേ ആർ അണ്ടർ ലോട്ട് ഓഫ് പിയർ പ്രഷർ ടു ഡ്രിങ്ക്. പക്ഷെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിയുമ്പോൾ കൂടെ ഉള്ള അവൻ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ അവനൊന്നും കൊടുക്കണ്ട. The peer pressure just withdraws from them. So basically what I have seen is very few instances where people continue to drink. പക്ഷെ അല്ലെങ്കിൽ Why not they stop? Especially ഒരു മിഡിൽ ഏജും ഒരു ബിറ്റ്വീൻ 40 and 50s അല്ലെങ്കിൽ 60s ആണെങ്കിൽ they stop. ഈ വീണ്ടും കുടിച്ചു വരുന്നത് ഈ ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞ് ഇനി എന്തായാലും നമ്മൾ 10-15 കൊല്ലം പ്ലാൻ ഉള്ളതൊക്കെ ഉള്ള ഒരു ടൈപ്പ് ആൾക്കാരാണ് പിന്നെയും അതിലോട്ടൊരു ടെൻഡൻസി കാണിക്കുന്നത്. അവരതിന്റെ കോംപ്ലിക്കേഷൻസ് മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ടാണ് ട്രാൻസ്പ്ലാന്റിലേക്ക് പോകുന്നത്. അതെ, അനുഭവം ഉണ്ടല്ലോ. അതെ, ഒരു 4-5 കൊല്ലത്തെ അനുഭവം, റിക്കറന്റ് ഹോസ്പിറ്റലൈസേഷൻ, അതൊരു സുഖമുള്ള ഒരു കാര്യമല്ല. അത് ഫിനാൻഷ്യൽ ഡ്രെയിനിങ്ങും ആണ്. ഈ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ലാസ്റ്റ് ഓപ്ഷൻ ആണല്ലോ. അതായത് ഒരു വഴി ഇല്ലാത്ത വരുന്ന സമയത്താണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ലിവർ എന്ന് പറയുന്ന ഓർഗൻ അത് റീജനറേറ്റ് ചെയ്യുന്ന ഒരു ഓർഗൻ ആണ്, നമുക്കറിയാം. ഇപ്പൊ ക്യാൻസർ വന്നു എന്ന് വിചാരിക്കുക, ലിവർ ക്യാൻസർ വന്ന ഒരാൾക്ക് ഈ ലിവർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുതിയ ലിവർ ആണല്ലോ, അയാൾക്ക് ആ ക്യാൻസറിന്റെ ഫിയർ ഇല്ലാണ്ട് ജീവിക്കാനായിട്ട് സാധിക്കുമോ? ഓക്കെ, അത് ലിവർ ക്യാൻസറിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇപ്പൊ മിലാൻ ക്രൈറ്റീരിയ എന്നൊക്കെ പറഞ്ഞ ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോ ആ ക്രൈറ്റീരിയ അനുസരിച്ചാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റിന് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ റിക്കറൻസ് റേറ്റ് വുഡ് ബി വെരി വെരി ലെസ്. The reports are like very good. Okay. When you start exceeding the transplant criteria, then there is a chance of recurrence. പലപ്പോഴും ഈവൻ വെസ്റ്റേൺ കൺട്രീസിൽ പോലും ഈ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്പ്ലാന്റ് ക്രൈറ്റീരിയനെ നമ്മൾ എക്സീഡ് ചെയ്യാറുണ്ട്. കാരണം അല്ലെങ്കിൽ പലപ്പോഴും ട്രാൻസ്പ്ലാന്റ് ചെയ്യാവുന്ന പേഷ്യൻസിനെ നമ്മൾ അപ്പൊ UCSF ക്രൈറ്റീരിയ എന്നൊക്കെ പറഞ്ഞ് വേറെ ക്രൈറ്റീരിയകളുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ള ക്രൈറ്റീരിയ. മിലാൻ ക്രൈറ്റീരിയ വളരെ റെസ്ട്രിക്റ്റീവ് ആണ്. തീരെ ചെറിയ ക്യാൻസർ ആണെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോ കുറച്ച് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, ബട്ട് ദാറ്റ് ഹാസ് ടു ബി ബാലൻസ്ഡ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബ്ലഡിൽ കുറച്ച് AFP എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ നോക്കും, പെറ്റ് സ്കാൻ നോക്കും, ലിവറിന് പുറത്തെങ്കിലും സ്പ്രെഡ് ആയിട്ടില്ലല്ലോ എന്ന് നോക്കും. അപ്പൊ അങ്ങനെ നമ്മൾ വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ വേറെ ഒരു തിരുത്തൽ ചെയ്തോട്ടെ. ലാസ്റ്റ് ഓപ്ഷൻ അല്ല, ആക്ച്വലി ഫസ്റ്റ് ഓപ്ഷൻ ആണ് ട്രാൻസ്പ്ലാന്റേഷൻ. ക്രോണിക് ലിവർ ഫെയിലിയർ ആയി കഴിഞ്ഞ പേഷ്യൻസിലൊക്കെ ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ ആയിരിക്കണം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ. എന്താണെന്ന് വെച്ചാൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലാതെ ബാക്കി ഓപ്ഷൻസ് എല്ലാം ഇൻഫീരിയർ ഓപ്ഷൻസ് ആണ്. ട്രാൻസ്പ്ലാന്റ് അത്രയും ബെനിഫിറ്റ് ഉള്ള ഓപ്ഷൻസ് മെഡിക്കലി ഇല്ല. ഒരാൾക്ക് ക്രോണിക് ലിവർ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ, ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ ആ ലെവലിൽ ഫസ്റ്റ് ഓപ്ഷൻ ട്രാൻസ്പ്ലാന്റ്, ലാസ്റ്റ് അല്ല. അവസാനം വരെ കാത്തിരിക്കുന്നത് അപകടത്തിലേക്കാണ് നയിക്കുക എന്നുള്ളത്. ഡോക്ടർ, ഇനിയിപ്പം ഈ ട്രാൻസ്പ്ലാന്റിന് മുന്നേ ഉള്ള ചില കാര്യങ്ങൾ ചോദിക്കട്ടെ. ഇപ്പം ഫാറ്റി ലിവർ വരുന്നു, 1, 2, 3 സ്റ്റേജസ് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ സിറോസിസിലേക്ക് വരിക. ഫാറ്റി ലിവർ അതിന്റെ ആദ്യത്തെ ലക്ഷണമാണല്ലോ. അത് വളരെ സില്ലി ആയിട്ട് അവഗണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് സ്റ്റേജ് 2 കഴിഞ്ഞിട്ടുള്ള ഒരു സുഹൃത്ത് എനിക്കുണ്ട്. എന്നോട് പറഞ്ഞത് എന്താ കഴിഞ്ഞപ്പോൾ ലിവർ സിറോസിസ് വന്നാൽ മാറ്റി വെച്ചാൽ പോരെ. 1. 2, ഫാറ്റി ലിവർ. അപ്പോൾ ഞാനൊരു ഇച്ചിരി നാൾ ഡയറ്റ് ചെയ്താൽ പഴയ പോലെ തന്നെ ആവും. ഈ 2 കാര്യങ്ങൾ, ഈ 2 സെന്റൻസസിനെ ഡോക്ടർ എങ്ങനെ കാണും? അതിലൊന്ന്, നമ്മൾ ഈ സ്റ്റേജ് എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്, ഗ്രേഡ് എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. നമ്മൾ കൂടുതലും സംസാരിക്കുന്നത് ഗ്രേഡ് ആണ്. അപ്പൊ ഗ്രേഡ് 1, 2, 3 എന്ന് പറയുന്ന ഫാറ്റി ലിവറിൽ ആരും അത് കേട്ട് ഭയപ്പെടണ്ട. എന്താന്ന് വെച്ചാൽ എല്ലാ ഗ്രേഡ്സും നമുക്ക് ക്ലിനിക്കിൽ ഒരുപോലെയാണ്. ഈ ഗ്രേഡ് എന്ന് പറയുന്നത് കൊഴുപ്പ് ലിവറിൽ അടിയുന്നതിന്റെ പാറ്റേൺ ആണ്, അല്ലാതെ അസുഖത്തിന്റെ കൂടുതലും ചെറുതും കാണിക്കുന്നതല്ല. ഇപ്പൊ ഗ്രേഡ് 1, 2, 3 എന്തോ ആയിക്കോട്ടെ, പക്ഷെ അതിന് ആ ഫാറ്റ് കാരണം ലിവറിൽ നീർക്കിട്ട് വന്നിട്ട് ലിവറിൽ ചുരുക്കം സംഭവിക്കും. അതിനാണ് നമ്മൾ ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. അതാണ് ഈ ഫൈബ്രോസ് സ്കാൻ എന്നൊക്കെ പറഞ്ഞ ടെസ്റ്റുകൾ കണ്ടുപിടിക്കുന്നത്. ഫൈബ്രോസിന്റെ സ്റ്റേജസ് ഉണ്ട്. അതിൽ ഫൈബ്രോസിസ് സ്റ്റേജ് 4ലാണ് നമ്മൾ സിറോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ സ്റ്റേജ് 3 ഗ്രേഡ് 3 പിന്നെ ഡയറക്ട്ലി സിറോസിസ് പോയില്ല. അതിന്റെ ഇടയ്ക്ക് ഒരു ഫൈബ്രോസിസ് സ്റ്റേജ് ഉണ്ട്. അപ്പൊ എന്നിരുന്നാലും ഈ ഫൈബ്രോസിസ് സ്റ്റേജ് 4 കഴിഞ്ഞിട്ട് സിറോസിസിനകത്ത് 6 സ്റ്റേജ് ഉണ്ട്. അപ്പൊ അതില് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സിറോസിസ് വരെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത്. അല്ല, എന്താണ് ആ സിറോസിന്റെ കാരണം? ഫോർ എക്സാമ്പിൾ, ഒരാൾ മദ്യപിക്കുന്നു, സിഗ്നിഫിക്കന്റ് ആയിട്ട് മദ്യപാനമുണ്ട്. ആ മദ്യപാനം നിർത്തുമ്പോൾ ലിവറിന് തിരിച്ചു വളരാനുള്ള ചാൻസ് നമ്മൾ കൊടുക്കുകയാണ്. ആ റീജനറേറ്റീവ് പവർ നഷ്ടപ്പെടുന്നത് സിറോസിസ് ആയി കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേജ് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. ലിവർ ചുരുങ്ങിയിട്ട് ലിവറിലെ പ്രഷർ കൂടും. അപ്പോഴാണ് ഈ ശരിക്കും റീജനറേറ്റീവ് കപ്പാസിറ്റി പോകുന്നത്. അതിന് മുമ്പ് വരെയുള്ള സ്റ്റേജ് നമുക്ക് നന്നായിട്ട് റിവേഴ്സിൽ എടുക്കാൻ പറ്റും. അപ്പൊ കാരണം സിറോസിന്റെ എന്താണോ, ഇപ്പൊ ആൽക്കഹോൾ യൂസ്, അല്ല അമിതവണ്ണം, അല്ല അൺകൺട്രോൾ ഡയബറ്റീസ്, ഇതൊക്കെ നമ്മൾ ട്രീറ്റ്, അല്ല ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, അതിനുള്ള ആന്റിവൈറൽ തെറപ്പി, നല്ല പുതിയ മരുന്നുകളുണ്ട്. അതൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് സിറോസ് നമുക്ക് റിവേഴ്സ് ചെയ്യാം, ഫൈബ്രോസിസ് റിവേഴ്സ് ചെയ്യാം. പക്ഷെ ക്യാൻ യു ഡു ഇറ്റ് വിത്തൗട്ട് മെഡിസിൻ? അതായത് വെറും ഡയറ്റും വർക്ക്ഔട്ടും കൊണ്ട് നമുക്ക് ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ചില വ്യക്തികളിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ അവരുടെ ലൈഫ് സ്റ്റൈൽ,
അവർ അമിതവണ്ണമുണ്ട്, പക്ഷെ ഡയബറ്റീസോ അങ്ങനെ വലിയ വലിയ വേറെ അസുഖങ്ങളൊന്നുമില്ല, അഡീഷണൽ കോംപ്ലിക്കേഷൻസ് ഇല്ല, മദ്യപാനം ഇല്ല. അങ്ങനത്തെ വ്യക്തികളിലൊക്കെ ഈ ഫാറ്റ് ലിവർ നമുക്ക് റിവേഴ്സ് ചെയ്യാവുന്നത് വെറും ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കൊണ്ട് മാത്രമാണ്. അതായത് വർക്കൗട്ടും ഡയറ്റിംഗും കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റും. പക്ഷെ ചിലവരിൽ ഡയബറ്റീസ് വളരെ അൺകൺട്രോൾഡ് ആയിരിക്കും, അവർക്ക് ഡയബറ്റീസ് കൺട്രോളിൽ നമ്മൾ മരുന്ന് ആഡ് ചെയ്യണം. അല്ലെ ചിലവരിൽ എത്രമാത്രം വർക്കൗട്ട് ചെയ്തിട്ടും വണ്ണം കുറയുന്നില്ല. അങ്ങനെയുള്ളവരിൽ നമുക്ക് ഒന്നെങ്കിൽ എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ, അല്ലെ സർജിക്കൽ പ്രൊസീജിയർ, അല്ലെ ഇപ്പോൾ പുതുതായിട്ട് വന്നേക്കുന്ന പല മരുന്നുകളുണ്ട് വണ്ണം കുറയ്ക്കാൻ, അതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യണം. അതുപോലെ നോൺ ആൽക്കഹോളിക് സിറോസിസ് ആണ് ആൽക്കഹോളിക് സിറോസിസിനേക്കാളും മോശം, ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ശരിയാണോ? അപകടകരം അതാണെന്ന് പറയുന്നത് ശരിയാണോ? ഇപ്പം നമ്മളിപ്പോ കണ്ടുപിടിച്ച വിത്ത് മോർ ഇൻവെസ്റ്റിഗേഷൻ, മോർ ടെസ്റ്റ്, വി ആർ പിക്കിംഗ് അപ്പ് മോർ ഓഫ് ദിസ് നോൺ ആൽക്കഹോളിക് ആൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഓൺ എ റൈസ് ഡ്യൂ ടു ഡിഫറെന്റ് റീസൺസ്. ഈ പറഞ്ഞിട്ട് അമിതവണ്ണം, ഫുഡ്, പിന്നെ അതുപോലെ മെറ്റബോളിക് പ്രോബ്ലംസ് ലൈക്ക് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, അൺകൺട്രോൾഡ് ആയിട്ടിരിക്കുക, മെഡിസിൻസ് എടുക്കാതിരിക്കുക, പ്രോംപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കുക. അപ്പം ഡെഫിനറ്റ്ലി നോൺ ആൽക്കഹോളിക് സ്റ്റീറ്റോഹെപ്പറ്റൈറ്റിസ് ഇസ് ഓൺ ദ റൈസ്. അത് മറ്റതിനേക്കാൾ അപകടകരമാണോ അതോ സിറോസിസ് വന്നു കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെയാണോ? കാരണം ഒരാൾ മദ്യപിക്കുകയാണെങ്കിൽ ആ മദ്യപാനം നിർത്തിയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. That depends on what stage they are stopping. Okay. What, like he told, there are a lot of stages of fatty liver. Then it goes to fibrosis. Fibrosis കഴിഞ്ഞിട്ട് then it goes to cirrhosis. Cirrhosis there is a compensated phase. പിന്നെ അതൊരു decompensated സ്റ്റേജിലോട്ടത്. അപ്പൊ ഈ സിറോട്ടിക് ഡീകോമ്പൻസേറ്റഡ് ആൾക്കാരെയാണ് നമുക്ക് കാണുന്നത്. ഈ ഒരു ഇനിഷ്യൽ എൻറ്റയർ സ്പെക്ട്രം ഓഫ് 80% ഓഫ് പീപ്പിളിനെ നമുക്ക് കിട്ടാനാണ് പാട്. Because they are having these kind of compensatory measures in their mind. They think that they will go to gym and reduce fat. They think ഇപ്പൊ തന്നെ അമിതവണ്ണത്തിന് ഇപ്പം വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് തിങ്. കാരണം വെയിറ്റ് ലോസ് ഇസ് വൺ significant thing which will reduce the fat in your liver, which we have seen in and out. അതിനൊരു കൺഫ്യൂഷൻ ഇല്ല. പക്ഷെ വെയിറ്റ് ലോസ് വരണം, അല്ല കാണുമ്പോൾ മെലിഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 10 കിലോ അല്ല 5 കിലോ 10 കിലോ കുറയണം. ഈ 5 കിലോ 10 കിലോ എല്ലാവരും കൊണ്ട് കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ കുറയ്ക്കാനുള്ള മെഡിസിൻസ് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് മാർക്കറ്റിൽ. അപ്പൊ when you can't do it with medication, I mean with gym, exercise or diet control, you have to sort to medications to reduce your weight. ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഒരു സിമ്പിൾ ആൻസർ തരുവാണെങ്കിൽ നോൺ ആൽക്കഹോൾ റിലേറ്റഡ് ഫാറ്റ് ലിവർ ഡിസീസ് മൂലമുള്ള സിറോസിസ് ആണ് മോർ ഡേഞ്ചറസ് rather than ആൽക്കഹോൾ. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ നമ്പർ 1 എന്ന് പറയും മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടല്ലോ, ഡയബറ്റീസ്, അമിതവണ്ണം, തൈറോയ്ഡ് ഡിസോർഡേഴ്സ്, കൊളസ്ട്രോൾ. ഇതിനകത്ത് പേഷ്യന്റിന്റെ ഭയങ്കര എഫേർട്ട് വേണം. ആൽക്കഹോൾ യൂസ് ഡിസോർഡർ എന്ന് പറയുന്ന സംഭവം നമുക്ക് മെഡിക്കലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും, പക്ഷെ റിലാപ്സ് കാണും പേഷ്യൻസിൽ. പക്ഷെ അതൊന്ന് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഔട്ട്കംസ് കുറെ കൂടെ ബെറ്റർ ആണ്. പക്ഷെ ഈ പറയുന്ന നോൺ ആൽക്കഹോൾ റിലേറ്റഡ് ഫാറ്റ് ലിവർ ഡിസീസിനകത്ത് ക്യാൻസർ റിസ്ക് മച്ച് ഹയർ ദാൻ ആൽക്കഹോൾ ആണ്. ഇത് സിറോസിസ് ആവുന്നതിന് മുമ്പ് തന്നെ ലിവറിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റ്. നമ്മൾ സിറോസിസ് ആയി കഴിഞ്ഞിട്ടാണ് ക്യാൻസർ റിസ്ക് കൂടുന്നത്. പക്ഷെ നോൺ ആൽക്കഹോളിൽ നോൺ സിറോസിസ് ലിവറിലും ക്യാൻസർ വരാം. അപ്പൊ അങ്ങനെ കുറെ ഡിഫറൻസസ് ഉണ്ട് ഇത് തമ്മിൽ. ഇത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുമോ നമുക്ക്? ഇതിലോട്ട് എത്തുന്നതിന് മുന്നേ അതിന് ലക്ഷണങ്ങളുണ്ടോ ഇൻ ജനറൽ ഈ നോൺ ആൽക്കഹോളിക് ഇതൊക്കെ? കാരണം അവസാനം എത്തുമ്പോഴാണല്ലോ നമ്മൾ ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുന്നുള്ളൂ. നോൺ ആൽക്കഹോളിക് സിറോസിസ് ഇപ്പൊ എല്ലാവരും കൂടെ ഭയങ്കര ഇതായിട്ട് പറഞ്ഞുകൊണ്ട് പറയുന്നത്, നോൺ ആൽക്കഹോളിക് സിറോസിസ് നമ്മൾ ഒരു സാധാരണ ആളുകൾ നമ്മൾ എങ്ങനെയാണ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നത്? ഒരു ലിവർ ബ്ലഡ് ടെസ്റ്റ് ഉണ്ടാവും, ഒരു സ്കാൻ. അപ്പൊ ഒരു ബ്ലഡ് ടെസ്റ്റിലോ സ്കാനിലോ ഇത് കാണും, ഫാറ്റി ലിവറിനായിരിക്കും കാണുക. LFT ഒരു ചെറിയ വേരിയേഷൻ, ചെറിയ വേരിയേഷൻ. ഇതാണ് യൂഷ്വൽ പ്രസന്റേഷൻ. ഇനി ഇത് നമ്മള് ഇപ്പൊ ഞാൻ ഇതെന്റെ വീട്ടിൽ പറയുകയാണെങ്കിൽ എന്റെ മോറിൽ എനിക്ക് പോലെ ഫാറ്റി ലിവർ ഉണ്ട്. ഇതാണ് യൂഷ്വൽ, ബിക്കോസ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ലൈക്ക് 25-30% ഓഫ് ദി പോപ്പുലേഷൻ. സോ അതിലെ ഒരു സബ് ഗ്രൂപ്പാണ് ഈ സിറോസിസിലേക്ക് പോകുന്നത്. അപ്പൊ ആസ് എ ഡോക്ടർ, ആസ് എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ നമ്മൾ നോക്കേണ്ടത് ആ സബ് ഗ്രൂപ്പിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം. അതായത് എബി നേരത്തെ പറഞ്ഞ പോലെ ഫൈബ്രോസിസ് കൂടുതലുള്ള വിഭാഗം. അപ്പൊ അങ്ങനെയുള്ളവരിലാണ് സിറോസിസ് വരുന്നത്, കോംപ്ലിക്കേഷൻസ് വരുന്നത്, അങ്ങനെയുള്ളവരിലാണ് ക്യാൻസർ വരുന്നത്. അപ്പൊ നമ്മുടെ ടാർഗറ്റ് എപ്പോഴും ആ ഒരു സബ് ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്യാറുള്ളത്. അവരെ എങ്ങനെയായിരിക്കും? അവര് ഏജ് കൂടുതലായിരിക്കും, യൂഷ്വലി 45+ ആയിരിക്കും. ലോങ് സ്റ്റാൻഡിങ് ഡയബറ്റിക്, ലോങ് സ്റ്റാൻഡിങ് ഹൈപ്പർ ടെൻഷൻ, ഡിസ്ലിപ്പിഡീമിയ, ഇതൊക്കെ ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് ഒരു 5-10 വർഷത്തോളം ഒരു ഹിസ്റ്ററി ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റ്, അമിതവണ്ണമുള്ള ആൾക്കാർ, വർഷങ്ങളായിട്ട് അമിതവണ്ണമുള്ള ആൾക്കാർ, ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ, അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിലാണ് നമ്മൾ കെയർഫുൾ ആവുന്നത്. അവർക്ക് പലപ്പോഴും LFTയിലും പ്ലേറ്റ്ലെറ്റ് കൗണ്ടിലൊക്കെ വ്യത്യാസം കാണും, അൾട്രാസൗണ്ടിൽ ചേഞ്ചസ് കാണും. ഒരു ഡോക്ടർ കാണുവാണെങ്കിൽ മനസ്സിലാവും ദാറ്റ്സ് നോട്ട് എ സിമ്പിൾ ഫാറ്റി ലിവർ. അങ്ങനെയുള്ള പേഷ്യൻസിൽ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു ഫൈബ്രോ സ്കാൻ അല്ലെങ്കിൽ ഇലാസ്റ്റോഗ്രഫി അങ്ങനത്തെ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അതിനകത്ത് ഫൈബ്രോസിസ്, ലിവറിന്റെ കട്ടി കൂടുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. കട്ടി കൂടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം തൈമ്പ് ഡെപ്പോസിറ്റ് ആവുന്നുണ്ട്, ഫൈബ്രോസ് ടിഷ്യൂ ഉണ്ട്. ആ ഫൈബ്രോസ് ടിഷ്യൂന്റെ അളവ് ഒരു ഇതിൽ കൂടുമ്പോഴാണ് സിറോസിസിലേക്ക് പോകുന്നത്. സോ അങ്ങനെയാണ് ആ ഒരു ഫീനോടൈപ്പ് പോപ്പുലേഷനെ കണ്ടുപിടിക്കണം. അതിൽ ഈ പറഞ്ഞ പോലെ സ്പെസിഫിക് ടെസ്റ്റുകൾ അപ്ലൈ ചെയ്യണം. ഈ ഫൈബ്രോ സ്കാൻ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകൾക്ക് പുറമെ ഫൈബ്രോ സ്കാൻ, ഇലാസ്റ്റോഗ്രഫി തുടങ്ങിയ ടെസ്റ്റുകൾ അപ്ലൈ ചെയ്യണം. ഹെൽത്തി ഡ്രിങ്കിങ്
ഒരു പെഗ് കഴിക്കാം, ഒരു ഔൺസ് കഴിക്കാം, ഇങ്ങനെ പലതും നമ്മൾ പറഞ്ഞു. റീസെന്റ് റിസർച്ചസ് എല്ലാം പറയുന്നത് എനിക്കറിയാം, നിങ്ങൾ ചിരിയാണ് വരുന്നത്. റീസെന്റ് റിസർച്ചുകൾ പറഞ്ഞു കഴിഞ്ഞു ഡോണ്ട് ഡു ഇറ്റ്, കുടിക്കരുത്, ഒന്നിനും കൊള്ളില്ല. പക്ഷേ ഈ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് പൂർണ്ണമായി ഹെൽത്തി ആയി കഴിഞ്ഞാൽ ആഴ്ചയിലൊന്ന് കുടിക്കുന്നത് Absolutely കൊണ്ട് not. ചോദിച്ച് തീരുന്നതിന് മുന്നേ ഡോക്ടർ പറഞ്ഞു. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റഡ് ലിവർ ഈസ് ലൈക്ക് വെരി വെരി സെൻസിറ്റീവ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നോർമൽ ലിവർ. ഞാൻ പഠിച്ചിരുന്ന സ്ഥലത്ത് ഞാൻ അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാഡ് സീൻ എ പേഷ്യൻറ്റ് ഹു അണ്ടർവെന്റ്, അതായത് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു, നല്ല പൈസയുള്ള വീട്ടിൽ അവർ ദേ ബോട്ട് ആൻഡ് ദേ ഹാഡ് ട്രാൻസ്പ്ലാന്റ്. ദിസ് ഗൈ നെവർ സ്റ്റോപ്പ് ഡ്രിങ്കിങ്. ദിസ് ഗൈ കണ്ടിന്യൂ ടു ഡ്രിങ്ക്. ഇൻ ലൈക്ക് 1.5 within 1 year he became symptomatic. By 2 years his liver was gone. So absolutely not. കാരണം ഒരുപാട് മെഡിക്കേഷൻസ് എക്സ്പോസ്ഡ് ആണ് ലിവർ. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടുള്ള മരുന്നുകൾ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പേഷ്യന്റ് ഷുഡ് നെവർ ഡ്രിങ്ക്. നോ. അതായത് ഈ ചെയ്ത കഷ്ടപ്പാടിന് തന്നവനെ കൂടെ ഒരു നന്ദി വേണം, ഈ ചെയ്യാനായിട്ട് കൂടെ നിന്ന ആളുകളോട് ഒരു നന്ദി വേണം. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് പേരുടെ ഒരു കൂട്ടായിട്ടുള്ള ഒരു എഫേർട്ടാണ്. അത് കാണാതിരിക്കരുത്. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോക്ടേഴ്സ്. ഈ ഒരു ടോപ്പിക്ക് നമുക്കറിയാം, പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ രാത്രി വരെ ഇരിക്കാനുള്ളതാണ്. പക്ഷേ ആളുകളെ അക്ഷമരാക്കുന്നത് ഇനി ശരിയല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ് ഡിസ്കഷൻ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.